രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കി വന്നാലുണ്ടല്ലോ, ഞാൻ സാധാരണ വൈകുന്നേരം അത് കുറച്ച് ഗീയൊക്കെ തൂത്തിട്ട് ചൂടാക്കി എടുക്കും കേട്ടോ പതിവ്. അപ്പം രാവിലെ എത്ര കുറച്ചുണ്ടാക്കിയാലും നമുക്ക് ചപ്പാത്തി ബാക്കി വരും. അപ്പം ഞാനത് കളയാതെ വൈകിട്ട് ഇതേ രീതിയിൽ കുറച്ച് ഗീ തവയിലോട്ട് തൂത്ത് കൊടുത്തിട്ട് ആദ്യം ഒരു ചപ്പാത്തി ഇടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് ഗീ ഇതുപോലെ തൂക്കും. എളുപ്പപ്പണിയാട്ടോ ചെയ്യുന്നത്. വീണ്ടും അതിൻ്റെ മുകളിൽ ചപ്പാത്തി വെക്കും, കുറച്ച് ഗീ ഇതുപോലെ തൂത്ത് കൊടുക്കും, പിന്നെയും വെക്കും. എന്നിട്ട് വീണ്ടും ഇതുപോലെ ചപ്പാത്തിയുടെ പുറത്തോട്ട് ഗീ തൂത്ത് കൊടുക്കും. ഏകദേശം ഒരു 3 ചപ്പാത്തി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുണ്ടല്ലോ, ഒരു സൈഡ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തിരിച്ചിത് ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടിവശത്തുള്ള ചപ്പാത്തി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ ചപ്പാത്തി പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ഈ രണ്ടാമത്തെ നമ്മൾ എത്ര അടിയിലത്തെ ചപ്പാത്തി പിന്നെ തിരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വശത്തെ ചപ്പാത്തി തിരിച്ച് ഏറ്റവും അടിയിലിട്ട് കൊടുക്കുക. അപ്പോൾ ഈ സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ ആവുമോ? അപ്പോൾ അങ്ങനെ ഓരോ ചപ്പാത്തിയും ഞാനിങ്ങനെ തിരിച്ച് ഇട്ട് ഇനിയിപ്പോൾ ഈ 2 ചപ്പാത്തി എടുത്തിട്ട് ഇങ്ങനെ ഇടുക. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ അടിയിലോട്ട് തിരിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ചപ്പാത്തിയും നന്നായിട്ട് ഒറ്റയടിക്ക് നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും.